സ്പേസ് രംഗത്ത് പ്രൈവറ്റ് കമ്പനികളെ കൊണ്ടുവരാനായിട്ട് മോദി ഗവൺമെന്റ് എടുത്ത തീരുമാനം ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ അവരെടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ന് 400-ലധികം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകളും സ്പേസ് കമ്പനികളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും അധികം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സ്പേസ് കമ്പനികൾ ഉള്ള രാജ്യങ്ങളിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് നമ്മുടെ ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം ഓരോ ദിവസം കഴിയുന്തോറും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സ്പേസ് രംഗത്തെ മുന്നേറ്റത്തിൽ പ്രൈവറ്റ് കമ്പനികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതേ പാത തന്നെയാണ് ചൈനയും പിന്തുടർന്നത്. ചൈനയിലും ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഇന്ന് സ്പേസ് രംഗത്തുണ്ട്. ഇന്ത്യ ഒട്ടും പുറകിലല്ലെന്ന് മാത്രമല്ല 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. UK, ജർമ്മനി, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ സ്വകാര്യ സ്പേസ് കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരെ പോലും മറികടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഇന്ന് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യയില് സ്റ്റാർട്ടപ്പുകളായിട്ട് തുടങ്ങിയ പല സ്പേസ് കമ്പനികളും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ട് ഇന്ന് മാറുകയാണ്. അതിൽ തന്നെ ഒന്നാണ് സ്കൈ റൂട്ട് എന്ന് പറയുന്നത്. ഈ സ്കൈ റൂട്ടിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് ഫ്രം സ്റ്റാർട്ടപ്പ് ടു സ്പേസ് പവർ എന്നാണ്. എന്ന് വെച്ചാൽ അതിശയിപ്പിക്കുന്ന വളർച്ച. ഞാൻ അതിനകത്ത് ദൃശ്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൈ റൂട്ട് ഫെസിലിറ്റീസിന്റെ സ്കൈ റൂട്ടിന്റെ ഇൻഫിനിറ്റി ഫെസിലിറ്റി എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഒന്നാണ്. 2018 മാത്രം ആരംഭിച്ച ഒരു കമ്പനിയുടെ വേഗത്തിലുള്ള വളർച്ച ആരെയും അതിശയിപ്പിക്കുന്നതാണ്. മുൻ ഇസ്രോ സയന്റിസ്റ്റുമാരായിട്ടുള്ള 2 ചെറുപ്പക്കാരുടെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു സ്കൈ റൂട്ട് എന്ന് പറയുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്കൈ റൂട്ട് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുന്ന സമയത്ത് 2 പേരായിരുന്നു. പവൻ കുമാറും നാഗ ഭരത് എന്ന് പറയുന്ന 2 പേര്. ഇവര് 2 പേര്, അതിൽ ഒരാള് സിഇഒയും ഒരാള് COOയുമാണ്. ഇവര് 2 പേരുമാണ് ഈ ഒരു കമ്പനിക്ക് തുടക്കമിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി ഇന്ന് ഏതാണ്ട് 1000-ലധികം മനുഷ്യർ ജോലി ചെയ്യുന്ന ഒരു വമ്പൻ സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. 47,000 കോടി രൂപ റവന്യൂ 2023 മറികടന്ന കമ്പനിയാണിത്. അതായത് 2018 തുടങ്ങി ഇപ്പോൾ 2025 നിൽക്കുമ്പോൾ ഈ കമ്പനി ഇന്ന് സ്വന്തമായിട്ട് തന്നെ സാറ്റലൈറ്റുകൾ വികസിപ്പിച്ചെടുത്ത്, അതും 100% ഇന്ത്യൻ ടെക്നോളജിയിൽ 100% തദ്ദേശീയമായിട്ട് വിദേശ സഹായങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത് വിക്ഷേപണം നടത്തുന്നതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കമ്പനി എന്ന് പറയുന്നത്. ഇവര് 2022 ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് റോക്കറ്റ് ലോഞ്ച് നടത്തി. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് കമ്പനി ഒരു റോക്കറ്റ് ലോഞ്ച് നടത്തുന്നത്. വിക്രം S എന്നാണ് അവരതിന് പേര് കൊടുത്തത്. 2022 നവംബർ 18 അത് നടന്നത്. ആദ്യമായിട്ട് പ്രൈവറ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റോക്കറ്റ് അന്നാണ് ഇന്ത്യയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്നത്. അതൊരു വലിയ തുടക്കമായിരുന്നു. ഇന്ന് ഈ കമ്പനി ഒരുപാട് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു 3D പ്രിന്റഡ് ക്രയോജനിക് എഞ്ചിൻ സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കിയ ഒരു കമ്പനി കൂടിയാണ് ഈ സ്കൈ റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ക്രയോജനിക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നത് 3D പ്രിന്റ് ചെയ്തുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയാണ്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത്. അത് 3D പ്രിന്റ് ചെയ്തിട്ടാണ് ഇന്ന് ഇന്ത്യൻ കമ്പനികൾ സ്പേസ് രംഗത്ത് കുതിക്കാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല ഈ കമ്പനി തന്നെ വലിയ റോക്കറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വിക്രം 1, വിക്രം 2, വിക്രം 3 അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പലതരം റോക്കറ്റുകളാണ് ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാമൻ എഞ്ചിൻ എന്നാണ് അവരുടെ ലിക്വിഡ് എഞ്ചിന്റെ പേര്. കലാം എഞ്ചിൻ സീരീസ് എന്നാണ് സോളിഡ് സ്റ്റേജസ് അറിയപ്പെടുന്നത്. ധവാൻ എഞ്ചിൻ എന്നാണ് ക്രയോജനിക് എഞ്ചിൻ അറിയപ്പെടുന്നത്. സ്കൈ റൂട്ടിന്റെ വിക്രം 1 എന്ന് പറയുന്ന അവരുടെ ഓർബിറ്റൽ റോക്കറ്റ്, ഈ ഓർബിറ്റൽ റോക്കറ്റ് 200 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാൻ ശേഷിയുള്ളതാണ്. കലാം 100 സോളിഡ് ഫ്യൂവൽ സ്റ്റേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണ്. 2026 ആദ്യ നാളുകളിൽ തന്നെ ഇതിന്റെ വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചന. ഈ ഒരു വിക്ഷേപണം സാധിക്കുന്നതിലൂടെ സ്കൈ റൂട്ട് ഇന്ത്യയിലെ തന്നെ ഓർബിറ്റൽ ക്ലാസ് ലോഞ്ചർ കപ്പാസിറ്റി ഉള്ള ആദ്യത്തെ കമ്പനി ആയിട്ട് മാറുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഈ കമ്പനി റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ് നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ്. 1000 കിലോഗ്രാമിന് മുകളിൽ പേലോഡ് വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകളും വികസിപ്പിച്ചെടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ കമ്പനി. സ്കൈ റൂട്ടിനെ കൂടാതെ അഗ്നികുൽ കോസ്മോസ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയുണ്ട്.
ഇവരും ആദ്യമായിട്ട് 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. ഇതിനു പുറമെ ബാംഗ്ലൂർ ആസ്ഥാനമായി തന്നെ നിരവധി കമ്പനികൾ വേറെയുമുണ്ട്. ധ്രുവ സ്പേസ് എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയുണ്ട്. ടീം ഇൻഡസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഗാലക്സ് ഐ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അതോടൊപ്പം തന്നെ സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രൈവറ്റ് കമ്പനികൾ സ്പേസ് രംഗത്ത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യയിൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം മുമ്പ് സ്കൈറൂട്ടിന്റെ ഇൻഫിനിറ്റി ഫെസിലിറ്റിയുടെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് ആ ഒരു ഫെസിലിറ്റി തയ്യാറാക്കിയിരിക്കുന്നത് നോക്കണേ. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ഫെസിലിറ്റീസ്, ലാബുകൾ എല്ലാം വേറെ ലെവലാണ്. അതായത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്പേസ് കമ്പനി ഇന്ത്യയിലെ സ്കൈറൂട്ട് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എത്രയോ കമ്പനികൾ വേറെയുമുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ നമുക്കറിയാവുന്ന പോലെ സ്പേസ് എക്സിനെ പോലെ, ബ്ലൂ ഒറിജിനെ പോലെയൊക്കെ അല്ലെങ്കിൽ വിർജിൻ കമ്പനിയെ പോലെയൊക്കെ നിരവധി സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇസ്രോയ്ക്ക് സപ്പോർട്ടായിട്ട് നിരവധി പ്രൈവറ്റ് കമ്പനികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇന്ത്യയിൽ ഇനിയും ഉണ്ടാകും. ഫ്യൂച്ചറിൽ സ്പേസ് രംഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കാൻ പോകുന്ന ഇടമാണ്. ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക്, ബഹിരാകാശത്തിലേക്ക് മനുഷ്യർ മാറുമ്പോൾ അവിടെ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് US-നോടും ചൈനയോടും ഒക്കെ മത്സരിക്കാൻ കഴിയൂ. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ദീർഘവീക്ഷണത്തോടു കൂടി പ്രൈവറ്റ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇസ്രോയുടെ വലിയ ആശീർവാദം പ്രൈവറ്റ് കമ്പനികൾക്കുണ്ട്. അങ്ങനെ ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനികൾ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയ്ക്ക് തുടക്കമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും